ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നിങ്ങളൊരു 20,000 രൂപയുടെ താഴെ ഒരു സ്മാർട്ട് ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് സ്മാർട്ട് ഫോൺ റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന സാധനം മോട്ടറോളയുടെ നമ്മുടെ എഡ്ജ് 50 നിയോ എന്നൊരു സാധനം തന്നെയാണ്. ഇപ്പോൾ ഇതിന് ആക്ച്വലി പ്രൈസ് വന്നിരിക്കുന്നത് ഫ്ലിപ്കാർട്ടിൽ എത്രയാ 21,999 ആണ്. നമുക്ക് ആക്ച്വലി ആക്സിസ് ബാങ്കിൻ്റെ കാർഡൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് 2,000 രൂപയൊക്കെ ഡിസ്കൗണ്ട്, 3,000 രൂപ ഡിസ്കൗണ്ട് ഉണ്ട്. ആക്സിസ് ബാങ്ക്, ഫ്ലിപ്കാർട്ട് ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ, നോർമൽ ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ 2,000 രൂപ ഡിസ്കൗണ്ട് ഉണ്ട്. അല്ലെങ്കിൽ IDFC ആയാലും HDFC ആയാലും കിട്ടും. ഇത് ആക്ച്വലി ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് അങ്ങനെ റെക്കമെൻഡ് ചെയ്യില്ല. ഇത് ആക്ച്വലി ഒഫീഷ്യൽ മോട്ടറോളയുടെ സൈഡിൽ നിന്ന് നിങ്ങൾക്ക് വാങ്ങിക്കാം. ഫ്ലിപ്കാർട്ട് പിന്നെ നിങ്ങൾക്ക് ഞാൻ വാങ്ങിക്കാറില്ല. എനിക്ക് തീരെ വിശ്വാസമില്ല. കാരണം ഇപ്പോൾ പറയുമ്പോൾ വരുമ്പോൾ ചിലപ്പോൾ വേറെ ഉടായ്പ സാധനമൊക്കെ ആയിരിക്കും. എനിക്ക് വലിയ പിന്നുകളൊക്കെ ഞാൻ അതുകൊണ്ട് എല്ലാം ഇവരിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങളാണെങ്കിൽ ഞാൻ എല്ലാം അവർ ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് വാങ്ങിക്കാറ്. അല്ലെങ്കിൽ പിന്നെ ബ്രാൻഡ് ഒഫീഷ്യലി ഇവരുടെ സൈറ്റിൽ ലോഞ്ച് ചെയ്തേക്കണമായിരിക്കണം. അതായത് പിക്സൽ പോലെയൊക്കെ മോട്ടറോളയും വരലുണ്ട്, പക്ഷേ കുറച്ചൊക്കെ ആക്ച്വലി ആമസോണിലും ഉണ്ട്. അപ്പോൾ ആക്ച്വലി പക്ഷേ മോട്ടറോള ഈ സാധനം ഞാൻ നോക്കിയപ്പോൾ മോട്ടറോള സൈറ്റിലും അവൈലബിൾ ആണ്. നമുക്ക് അധികം വേണമെങ്കിൽ വാങ്ങിക്കാട്ടോ. പക്ഷേ ഈ പ്രൈസിന് ഈ സാധനം അത്യാവശ്യം വന്നത് ബേർത്ത് ഫോൺ തന്നെ വേണമെങ്കിൽ പറയാം. നമുക്ക് MediaTekന്റെ പ്രൊസസ്സറാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ സോണി ലൈറ്റിയ 700Cന്റെ നമ്മുടെ ലെൻസ് സെൻസർ, നമുക്ക് മെയിൻ സെൻസർ നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. പ്രൈമറി ക്യാമറ 50 മെഗാപിക്സൽ തന്നെയാണ്. 5G സപ്പോർട്ടറാണ്. അതായത് നമ്മുടെ സെൽഫി ക്യാമറ 32 ആണ്. നമുക്ക് IP68 റേറ്റിംഗ് വരുന്നുണ്ട്. ഓൾവേസ് ഓൺ ഡിസ്പ്ലേ വരുന്നുണ്ട്. 3000 നിറ്റ്സിൻ്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്. അതുപോലെ തന്നെ IP68 മിലിറ്ററി ഗ്രേഡ് 810H സർട്ടിഫിക്കേഷനും വരുന്നുണ്ട്. ലൈറ്റ് വെയിറ്റ് ആണ്. 8GB 256GB മോഡലാണ് നമുക്ക് ആക്ച്വലി കിട്ടുന്നത്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഇപ്പോൾ ഫ്ലിപ്കാർട്ടിലാണെങ്കിൽ 2 ഡേ ഡെലിവറി ഉണ്ട്. 21,999. നിങ്ങൾക്ക് കാർഡ് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് 20,000 രൂപയുടെ താഴെ വരും കേട്ടോ. 19,000 രൂപ റേഞ്ചിലൊക്കെ നമുക്ക് കിട്ടും. അത്യാവശ്യം കുഴപ്പമില്ലെന്ന് പറയാൻ പറ്റില്ല. അത്യാവശ്യം നല്ല വാല്യൂ ഫോർ മണി തരുന്ന ഒരു ഫോൺ എന്ന് വേണമെങ്കിൽ പറയാം. ആ പ്രൈസിൽ പ്രത്യേകിച്ച് 20,000 രൂപയുടെ താഴെ പോയി കഴിഞ്ഞാട്ടാ. സ്പെക്സും കാര്യങ്ങളൊക്കെ ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. 6.4 ഇഞ്ചിൻ്റെ സൂപ്പർ HD 1.5Kൻ്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്. 4310 mAh ബാറ്ററിയാണ്. 67 വാട്ടിൻ്റെ ചാർജറൊക്കെ ഇൻബിൽഡ് നമുക്ക് സംഭവം കിട്ടുന്നുണ്ട്. PD ചാർജറാണ്. അതുപോലെ തന്നെ 50 മെഗാപിക്സൽ, 13 മെഗാപിക്സൽ, 10 മെഗാപിക്സലാണ് സെൻസർസ് വരുന്നത്. Dimensity 7300 ആണ് വരുന്നത്. ഒക്ടോകോർ പ്രൊസസ്സറാണ് വരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മീഡിയം പ്രൊസസ്സർ എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഈ പ്രൈസിൽ നമുക്ക് ഭയങ്കര വലിയ സംഭവം ഒന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല. 1 ഇയർ വാറണ്ടി വരുന്നുണ്ട്. ഇതിന് 5 ഇയർ OS അപ്ഡേറ്റ് നമുക്ക് ആക്ച്വലി മോട്ടറോള പ്രോമിസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ മോട്ടറോളയുടെ മെയിൻ പ്രശ്നം ഇതാണ്, അവർ കറക്റ്റായിട്ടുള്ള അപ്ഡേറ്റും കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് തരാറില്ല. എല്ലാ മാസം അങ്ങനെ തരാറില്ല. അപ്പോൾ അങ്ങനത്തെ ഇഷ്യൂസുകളൊക്കെ ഉണ്ട് മോട്ടറോള എടുക്കുമ്പോൾ. പിന്നെ സപ്പോർട്ട്, കസ്റ്റമർ കെയർ നോക്കി കഴിഞ്ഞാലും നമുക്ക് പിക്കപ്പ്, കസ്റ്റമർ കെയർ സപ്പോർട്ടൊക്കെയാണ് ആക്ച്വലി നമുക്ക് ഇവിടേക്ക് ഉള്ളൂ, കേരളത്തിലും സംഭവത്തിലൊക്കെ ഉള്ളൂ. അങ്ങനെ കുറച്ച് ഇഷ്യൂസുകളുണ്ട് മോട്ടറോളയ്ക്ക്. പക്ഷേ ഈ പ്രൈസിനനുസരിച്ചുള്ള ഒരു വാല്യൂ വേറെ ഫോണിൽ, വേരിയലത്തെ ഫോണിലൊന്നും തരുന്നില്ല കേട്ടോ. പിന്നെ വരുന്നത് iQൻ്റെ ഫോണിലാണ്. നമുക്കതും ലേറ്റസ്റ്റ് ആയിട്ട് Z9, അതിൻ്റെ പേര് ഫുള്ളും കിട്ടുന്നില്ല. പക്ഷേ ആ സാധനത്തിനും പക്ഷേ ഓൾമോസ്റ്റ് 24 രൂപ, ഒരു 5,000 രൂപയൊക്കെ എന്തായാലും രണ്ടും കൂടുതൽ വരുന്നുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഞാൻ എടുത്ത് പറയാൻ കാരണം 20,000 താഴെ എടുത്ത് പറയാൻ കാരണം അതാണ്. അപ്പോൾ 20,000 താഴെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ആക്ച്വലി ഈ ഫോൺ തന്നെയാണ് വൺ ഓഫ് ദി ബെസ്റ്റ് ഫോൺ എന്ന് വേണമെങ്കിൽ പറയാം. 3x ഒപ്റ്റിക്കൽ സൂം വരുന്നുണ്ട്. 30xൻ്റെ AI സൂപ്പർ സൂം വരുന്നുണ്ട്. ക്യാമറയ്ക്ക് നല്ല എന്താ പറയുക റിവ്യൂ കാര്യങ്ങളൊക്കെ കിട്ടിയ ഒരു ഫോണാണ് കേട്ടോ. എന്ന് വെച്ചാൽ പണ്ട് നിങ്ങൾക്കറിയാം മോട്ടറോളയ്ക്ക് ക്യാമറ ഭയങ്കര ഷോക്കായിരുന്നു. അപ്പോൾ അത് ആക്ച്വലി അവർ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിസൈൻ വൈസ് ആയാലും ഭയങ്കര സ്ലിമ്മാണ്, ലൈറ്റ് വെയിറ്റ് ആണ്. ഇൻബിൽഡ് നമുക്ക് കേസ് വരുന്നുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ സാധനവും നമുക്ക് ആ പാക്കേജിൽ തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നൊരു ഫോൺ എന്ന് പറയാൻ, പ്രത്യേകിച്ച് നിങ്ങളൊരു 20,000 രൂപയുടെ താഴെ ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ കേട്ടോ. എന്ന് വെച്ചാൽ കുറേ പേരായി ചോദിക്കുന്നു ഇപ്പോൾ ബഡ്ജറ്റ് ഫോണിൽ ഏതായിട്ടും നല്ലതാണെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ വീഡിയോ കാരണം ഞാൻ ആക്ച്വലി ഫോൺ ഓർഡർ ചെയ്യാൻ നോക്കിയതാണ്. ഫ്ലിപ്കാർട്ട് ആയതുകൊണ്ട് ഞാൻ മാത്രം വെച്ചുകൊണ്ടിരുന്നതാണ്. ഞാൻ പിന്നെ മോട്ടറോളയുടെ സൈറ്റ് നോക്കിയപ്പോൾ അത്യാവശ്യം ഒരു 1 വീക്ക് എൻ്റെ ടൈം കാണിക്കുന്നുണ്ട് ഡെലിവറി. അതാണ് ഇഷ്യൂ. ഫ്ലിപ്കാർട്ടിലാകുമ്പോൾ 1 ഡേ ഡെലിവറി കാണിക്കുന്നുണ്ട്. പക്ഷേ ഫ്ലിപ്കാർട്ടിന് എനിക്ക് അത്ര ഉറപ്പില്ല. ഞാൻ ഓൾറെഡി പണി കിട്ടിയിട്ട് കുറേ വട്ടം പണി കിട്ടിയത്. ഇനി മിന്നിയും പോയിട്ട് തല വെക്കണോ നല്ല വെച്ചിട്ട് ഞാൻ പിന്നെ വേണ്ട വെച്ചാണ്. അത് ആമസോണിലുണ്ടെങ്കിൽ ഞാൻ ഓർഡർ ചെയ്തിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ ഓർഡർ ചെയ്തേനെ. പക്ഷെ അത് കണ്ട് ഞാനത് ക്യാൻസൽ ചെയ്തൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എടുക്കാൻ മറക്കണ്ട. 20,000 താഴെ വൺ ഓഫ് ദി ബെസ്റ്റ് ഫോൺ എന്ന് പറയാം. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനൽസ് മാത്രം പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മളൊന്ന് ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. ബൈ.